ഡോക്ടർ ഇന്ദിര രാജൻ. നാഷണൽ കൗൺസിൽ ഓഫ് CBSE സ്കൂൾ സെക്രട്ടറി ജനറലാണ് ഡോക്ടർ ഇന്ദിര രാജൻ. ബ്രില്യന്റുമായി എക്കാലവും ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തുന്ന ഡോക്ടർ ഇന്ദിര രാജന് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, ഇവിടെ വന്ന് ഈ അംഗീകാരങ്ങൾ നേടിയെടുത്ത മക്കൾ, അവരുടെ ജീവിതത്തിലെ ധന്യമായ ഒരവസരമാണിത്. ഇങ്ങനൊരു ധന്യമായ അവസരം അവർക്കുണ്ടാകുന്നതിന് വേണ്ടി അവരെത്രമാത്രം കഠിനാധ്വാനം ചെയ്തിരിക്കുമെന്നുള്ളതും നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. അതിനവസരം ഒരുക്കി കൊടുക്കുന്ന രക്ഷിതാക്കളും അതിനനുകൂലമായ സാഹചര്യം ഒരുക്കിയ വിദ്യാഭ്യാസ സ്ഥാപനവും ആ നേട്ടങ്ങളും നാം എടുത്തു പറയേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഡോക്ടർ പറഞ്ഞു, അതിനു മുൻപുണ്ടായ പ്രാസംഗികരെല്ലാം തന്നെ പറഞ്ഞു, ഏതൊരു പ്രൊഫഷനിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ എക്സലൻസിലെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പടവ് കഴിഞ്ഞ് ഇനി ഒരു ഉന്നത തലത്തിലേക്കുള്ള പഠനത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കൈമുതലായിട്ട് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമായിരിക്കണം സഹജീവി സ്നേഹം. അത് നിങ്ങളുടെ പ്രൊഫഷനിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഇൻഗ്രീഡിയൻ്റാണ്. സഹജീവി സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണം. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു കൈപ്പിഴയായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതമില്ലാതെ പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം അനാഥമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ഈ പ്രൊഫഷനിൽ ഏറ്റവും നല്ലവരായി നിങ്ങൾ മാറണം. പരസ്പര സ്നേഹവും ആർദ്രതയും കടപ്പാടും ബഹുമാനവും ഒക്കെയും നിങ്ങളുടെ കൈമുതലായി മാറണം. അവിടെ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടുന്നതിന് സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഐ ഹാഡ് ദ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഓപ്പർച്യൂണിറ്റി ടു ബി വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും അത് നിരവധിയായ വേദികൾ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുന്നതിനുള്ളൊരു മഹാഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ISROയിലെ ഒരു ശാസ്ത്രജ്ഞയൊന്നും അല്ല ഞാനെങ്കിലും അങ്ങനെയുള്ള അംഗീകാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തേടി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമാണത്. നമ്മൾ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ഏതൊരു പ്രവർത്തന മേഖലയിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ തേടി നല്ല നല്ല അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വീണ്ടും വായനയിൽ നിങ്ങളൊക്കെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പുസ്തക വായനയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ അറിവ് ആർജിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക. ഇഫ് യു സ്പെയർ എക്സ്ക്ലൂസീവ്ലി ഫോർ 1 hour ഫോർ ബുക്ക് റീഡിങ്, within a few years, within a few months, you will become an encyclopedia. ഇതെൻ്റെ വാക്കുകളല്ല, എൻ്റെ മഹാഗുരുവായ ഡോക്ടർ കലാമിൻ്റെ വാക്കുകളാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ്. നീ ഇതിൽ ഇങ്ങനെ ഒരു അവസരം, ഇതൊരു ബ്രില്യൻസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുകയുണ്ടായി, ഞാൻ ഈ കുടുംബത്തിലെ ഒരംഗമാണ്. ഇവിടെ കാണുന്ന ഓരോ ആക്ടിവിറ്റിയും എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ മഹത്വമായിട്ട് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവിധമായ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. ഈ വേദിയിൽ വിവിധമായി പറഞ്ഞ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആദ്യമായി തേജസ് ദീപക്, നീറ്റ് റാങ്ക് 904, നീറ്റ് മാർക്ക് 701 കരസ്ഥമാക്കുന്നു. 1000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെഡലും ദീപക്. അടുത്തതായി ഏഞ്ചൽ റോസ് അനിൽ, നീറ്റ് റാങ്ക് 912, നീറ്റ് സ്കോർ 701 കരസ്ഥമാക്കുന്നു. 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമന്റോയും ഏഞ്ചൽ റോസ് അനിൽ. നെക്സ്റ്റ് ഈസ് ഫർഹാൻ മുഹമ്മദ്, നീറ്റ് റാങ്ക് 922, നീറ്റ് മാർക്ക് 701 കരസ്ഥമാക്കുന്നു. 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമന്റോയും. അടുത്തതായി ഫാഹിമ,
നീറ്റ് റാങ്ക് 923, നീറ്റ് സ്കോർ 701. കരസ്ഥമാക്കുന്നു 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമന്റോയും. അടുത്തതായി ആൻ മേരി ജോസഫ്, നീറ്റ് റാങ്ക് 933, നീറ്റ് സ്കോർ 701. കരസ്ഥമാക്കുന്നു 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമന്റോയും. ആൽഫിയ എൽദോസ്, നീറ്റ് റാങ്ക് 939, നീറ്റ് മാർക്ക് 701. അടുത്തതായി ശ്രീലക്ഷ്മി എസ്, നീറ്റ് റാങ്ക് 952, നീറ്റ് മാർക്ക് 701. നേടുന്നു 5000 രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. അടുത്തതായി വൈഷ്ണവി വിജയ്, നീറ്റ് റാങ്ക് 970, നീറ്റ് മാർക്ക് 701. നേടുന്നു 5000 രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. അടുത്തതായി അമാനി ഖൻസാവി പി, നീറ്റ് റാങ്ക് 989, നീറ്റ് മാർക്ക് 701. നേടുന്നു 5000 രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. അടുത്തതായി ദീപാനിത എസ് കുമാർ, നീറ്റ് റാങ്ക് 990, നീറ്റ് മാർക്ക് 701. നേടുന്നു 5000 രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.